എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സന്തോഷമായിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടാക്കാൻ പ്രധാന ഉത്തരവാദി നാം തന്നെയാണ്. മറ്റുള്ളവർ നമ്മോട് ചേർന്ന് നിൽക്കുമെങ്കിലും സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മുടെ ദൗത്യം തന്നെയാണ്. ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് വിജയപുരം ലത്തീൻ രൂപതയിലെ കോട്ടയം വിമലഗിരി കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ റക്ടർ, പ്രസിദ്ധ ധ്യാനഗുരുവുമായ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പൂവത്തിങ്കലച്ചനാണ്. പൂവത്തിങ്കലച്ച, എപ്പിസോഡിലേക്ക് സ്വാഗതം. സുഖമായിരിക്കുന്നു അച്ഛാ? സുഖമാണ് സാർ, സുഖമായിരിക്കുന്നു. അച്ഛാ, എനിക്ക് ആദ്യം അച്ഛനോട് ചോദിക്കാൻ തോന്നുന്നത്, ഇതൊരു മാറിയ കാലമാണ്. കൊറോണയ്ക്ക് ശേഷം എന്ന് പറയാൻ കഴിയില്ല, കാരണം കൊറോണ ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ മാറി വരുന്ന പുതിയ ഒരു സാഹചര്യത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഒരു സഭാത്മക ജീവിതത്തിന് ഉള്ളിൽ നിൽക്കുമ്പോൾ? ഇത് ഒരു കൃപയുടെ കാലം, ടൈം ഓഫ് ഗ്രേസ് എന്നാണ് ഞാനിതിനെ എനിക്ക് തോന്നുന്നത്. കാരണം ഈ കാലഘട്ടം ജീവിച്ചു പോകുന്ന ഒരാളെന്ന നിലയിൽ, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ടൈമായിരുന്നു ഈ കോവിഡിൻ്റെ കാലം. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചൊരു കാലമില്ല, ഇത്രയും ദൈവത്തെ അനുഭവിച്ചൊരു കാലമില്ല, ഇത്രയും ഞാൻ കരഞ്ഞൊരു കാലമില്ല, ഇത്രയും ബൈബിള് വായിച്ചൊരു കാലമില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു നനവിൻ്റെ, ഒരു ദൈവസ്നേഹത്തിൻ്റെ കൊടുങ്കാറ്റിൻ്റെ കാലമായിരുന്നു. പിന്നെ ഇപ്പം ശുശ്രൂഷ ചെയ്യുന്ന തീർത്ഥാടന കേന്ദ്രത്തിലാണെങ്കിലും ജനങ്ങൾ വലിയ ആവേശത്തോടെ വരിക. കാരണം ജീവിതം വലിയ അൺസർട്ടനിറ്റിയിലേക്ക് പോയി. ആരെപ്പം മരിക്കും, ആരെപ്പം ജീവിക്കും, ഒന്നും അറിയത്തില്ല. ബൈബിളിൽ പറഞ്ഞ പലതുമൊക്കെ ഇപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവർ വീണ്ടും കിടക്കുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയുന്ന പോലെയാണ്. അപ്പോൾ ഈ അൺസർട്ടനിറ്റി നമ്മളെ ഒരു ദൈവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്, ഒരുപക്ഷെ പൗരോഹിത്യത്തെ പറ്റി ഒക്കെ എൻ്റെ ഒരു ചിന്തകൾ ജ്വലിപ്പിക്കാൻ ഈ ഒരു കാലഘട്ടം എനിക്ക് ഇറ്റ് വാസ് എ ടൈം ഓഫ് ബ്ലെസ്സിങ്. പ്രിയപ്പെട്ട ഒരുപാട് പേര്, ഞാനും കരഞ്ഞിട്ടുണ്ട്. ചില എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അച്ഛന്മാർ മരിച്ച സംഭവങ്ങളൊക്കെ എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നവർ മരിച്ചിട്ട് അവിടെ പോകാൻ പറ്റാത്ത സങ്കടം എനിക്കുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല കാലം എന്ന് ഞാൻ പറയാം. തമ്പുരാൻ നല്ലവനായതുകൊണ്ട്, ഗുഡ്നെസ് ആണല്ലോ, ഗുഡ്നെസ് ടി വി ആണല്ലോ, ഒരു ഗുഡ്നെസ് എപ്പോഴും ഉണ്ട് നമ്മുടെ മുകളിൽ. മാറുന്ന കാലം, മാറിക്കൊണ്ടിരിക്കുന്ന കാലം, സഭാജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുമ്പോൾ വിശ്വാസത്തിൽ ക്രൈസ്തവർക്ക് മാത്രമല്ല മറ്റിതര സമൂഹങ്ങൾക്കും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരു സാഹചര്യമാണോ കാണാൻ കഴിയുക, അല്ലെങ്കിൽ കൂടുതൽ വിശ്വാസത്തിലേക്ക് ജനങ്ങൾ ചേർന്ന് നിൽക്കുന്നു എന്നാണോ അച്ഛന് തോന്നുന്നത്? പ്രത്യേകിച്ച് കൂടുതൽ ആയി ഈ കാലങ്ങളിൽ ഈ സോഷ്യൽ മീഡിയയിലും മറ്റും നമുക്ക് വിശുദ്ധ കുർബാനയെല്ലാം പോലും ദേവാലയത്തിൽ അർപ്പിക്കാൻ പറ്റാതിരുന്ന കാലഘട്ടത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ പുതിയ നീക്കത്തെ അങ്ങ് കാണുന്നത്? എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ചിലർ അവരുടെ ടാർഗറ്റഡ് പ്രോഗ്രാമാണ്. ദൈവവും ഇല്ല, ഇതൊക്കെ വെറുതെയാണ്, കുർബാന ചൊല്ലിയില്ലല്ലോ എന്താ. കഴിഞ്ഞ ദിവസം പ്രശ്നം കേട്ടല്ലോ, ഞായറാഴ്ച ഇപ്പം ഗാന്ധി ജയന്തിയുടെ അന്ന് സ്കൂൾ തുറന്നാൽ എന്താ കുഴപ്പം? ഇതൊരു ആറ്റിറ്റ്യൂഡാണ്, ഇതൊരു എക്സസൈസ്, ഒരു ഫൈറ്റ്. അതല്ല ഇത്. ആത്മീയത ഒരു ആനന്ദമൊക്കെ ആയിട്ട് ഈ പള്ളിയിൽ വെളിയിൽ ഇങ്ങനെ ജനലെ തൂങ്ങി നിന്ന് കുർബാന സ്വീകരിച്ച്, ഞാൻ എക്സാജറേറ്റ് ചെയ്യുമല്ല, ജനലെ തൂങ്ങി നിന്ന് കൈ നീട്ടി കുർബാന സ്വീകരിച്ച വ്യക്തി എൻ്റെ മനസ്സിലേക്ക് വരിക. വ്യാഴാഴ്ച അഭിവന്തി പിതാവ് ഈ കത്തീഡ്രൽ കുർബാന ചൊല്ലുമ്പം സ്ഥലത്തെ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥ ആൾക്കാരെ വന്ന് കയറുക. നമ്മളൊരു വല്ലാത്ത ഒരു സാഹചര്യം, വിഷമിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്നൊരു സാഹചര്യമൊക്കെ ഇതിലൂടെ കടന്നുപോയി. പക്ഷെ ഒരു പുരോഹിതൻ എന്ന നിലയിൽ വീണ്ടും ഞാൻ കാണുന്നത്, ഒരുപാട് മക്കൾ ഈ സ്നേഹത്തിലേക്ക്, എല്ലാം കൈവിട്ടു പോയവന് അവനാ ദൈവം വേണ്ടത്. എല്ലാം കയ്യിലുള്ളവന് ദൈവത്തെ ആവശ്യമില്ല. ഒന്നും കയ്യിലില്ലാത്തവൻ, എൻ്റെ മുമ്പിൽ വരുന്ന സാധാരണ മനുഷ്യരും പാവപ്പെട്ട മനുഷ്യരും, ഞാൻ ഉൾപ്പെടെ, എനിക്കൊന്നും എൻ്റെ ദൈവവിശ്വാസം കുറയുമല്ല, എൻ്റെ ദൈവവിശ്വാസം വർദ്ധിക്കുകയായിരുന്നു ഈ കാലയളവിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പുരോഹിതനായിരിക്കുന്നതിലുള്ള സന്തോഷം എന്താണ്? അതിനപ്പുറത്തൊന്നും തരാനില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് ദൈവാനുഗ്രഹത്തിൽ വൈദികരുടെ ധ്യാനങ്ങൾ, പ്രത്യേകിച്ച് ചില രൂപതകളിൽ നയിക്കാൻ പോയി. എൻ്റെ ജീവിതം ആനന്ദ. ഇഫ് എ പ്രീസ്റ്റ് ഈസ് നോട്ട് ഹാപ്പി, ഈസ് നോട്ട് ഹോളി, ഈസ് നോട്ട് എ പ്രീസ്റ്റ്. കാരണം കർത്താവ് ആനന്ദമായിരുന്നു. ആ ആനന്ദം എനിക്ക് എന്തോ ഓരോ ശുശ്രൂഷയും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ജീവിതമാണ് പലപ്പോഴും. പക്ഷെ അത് എന്നെ ഫറ്റീഗല്ല, ശരീരം ക്ഷീണിക്കും, പക്ഷെ എനിക്കൊരു ആവേശം ഓരോ സമയത്തും. എൻ്റെ കർത്താവിൻ്റെ ആനന്ദം പങ്കുവെക്കുക. ഈശോ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാൻ, നിങ്ങളുടെ സന്തോഷം വർദ്ധിക്കുവാനുമാണ്. അപ്പോൾ ഈ ഒരു ആനന്ദത്തിൻ്റെ അനുഭവം എൻ്റെ ഉള്ളിൽ നിലപൊന്തുന്നു. സത്യമായിട്ട് ഞാൻ പറയുന്നത്, ഇപ്പം നിങ്ങളുമായിട്ട് സംസാരിക്കും, ഇപ്പോൾ ലോകമെമ്പാടും ഇരുന്ന മനുഷ്യന് മുമ്പിൽ ഇരിപ്പുണ്ട്.
അച്ഛന്മാരിരിപ്പുണ്ട്, പിതാക്കന്മാർ ഇതിന് മുമ്പിൽ ഇരിപ്പുണ്ട്, സിസ്റ്റേഴ്സ് ഇരിപ്പുണ്ട്. എനിക്കറിയാം എൻ്റെ ഈ വൊക്കേഷനല്ല, ഞാൻ ചെയ്യുന്ന ഒന്നുമല്ല. എനിക്ക് കർത്താവുന്ന പൗരോഹിത്യം തന്നെ എൻ്റെ ആനന്ദമാണ്. പിന്നെ ആരെങ്കിലും സങ്കടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുക. കാരണം ഞാൻ സന്തോഷം കൊടുക്കാനുള്ളവനാണ്. അപ്പോൾ ഈ ഒരു സന്തോഷം ജീവിതത്തിൻ്റെ ചുമ്മാ ഒരു ഉണ്ടാക്കിയെടുക്കുന്ന സന്തോഷമൊന്നുമില്ല, അത് ഉള്ളിൽ നിന്ന് നൊരപൊന്തുന്ന ഒരു സന്തോഷം. അതാ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് തോന്നുക. സന്തോഷിക്കാത്തവൻ അവൻ ജീവിക്കുന്ന പോലുമില്ല. ഒരു പുരോഹിതൻ എന്നതോടൊപ്പം തന്നെ അങ്ങ് ഒരു മികച്ച വചന പ്രഘോഷകൻ കൂടിയാണ്. വലിയ കൺവെൻഷനുകൾ അങ്ങ് നയിക്കുന്നു. ദൈവവചനത്തെ മനുഷ്യരിലേക്ക് എത്തിച്ച് അവരിൽ കൂടുതൽ സൗഖ്യമുണ്ടാക്കുമ്പോൾ അങ്ങ് അനുഭവിക്കുന്ന ഒരാനന്ദവും ഈ ധ്യാനങ്ങളിലേക്ക് വരുന്ന ജനത്തിൻ്റെ ഒരു വികാരത്തെയും അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുക? സത്യം പറഞ്ഞാൽ എൻ്റെ ഇല്ലായ്മയെ വചനത്തിന് മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ വലിപ്പവും എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയുമാണ്. പണ്ട് ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോൾ കടലാസ് എഴുതി നോട്ട് എഴുതി ടെൻഷൻ അടിച്ച് പോകുമായിരുന്നു. ഇന്ന് പ്രാർത്ഥിച്ചൊരുങ്ങിപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ ചെല്ലുമ്പം കൊടുങ്കാറ്റ് തരുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കർത്താവ് വർക്ക് ചെയ്യുന്നത് ഇതെൻ്റെ ജീവിതാനുഭവമാണ്. ഞാൻ ഒരിക്കലും ഒരു വലിയൊരു കൺവെൻഷൻ നടക്കുകയായിരുന്നു. അത് ഇരിഞ്ഞാലക്കുടയിൽ അഖില ലോക മലയാളി കൺവെൻഷൻ. ഞാനൊരു എളിയ പുരോഗതി, ഞാൻ വലിയ പ്രശസ്തനൊന്നുമല്ല, ഞാനൊരു ഭാവത്താനാണ്. പക്ഷേ എന്നെ അവരെന്തോ പ്രാർത്ഥിച്ച് എൻ്റെ പേര് കിട്ടി ഞാൻ ചെന്ന് ആൾക്കാരെ കയറി നിന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു 45-50 മിനിറ്റ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഓർത്ത് പിന്നീട് ഞാൻ വാവിട്ട് നിലവിളിച്ചു. കർത്താവ് ഉപയോഗിക്കുന്ന ഒരു അനുഭവമാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, വചനം ധ്യാനം വേണം, പിന്നെ ബാക്കി ദൈവം നമ്മളെ ഉപയോഗിക്കുക. നമ്മൾ ഒരു കർത്താവിൻ്റെ സ്വരം മാത്രമാണ്. കർത്താവിൻ്റെ എൻസൈക്ലോപ്പീഡിയ അല്ല ഞാൻ, കർത്താവിൻ്റെ പ്രസംഗകനല്ല ഞാൻ കർത്താവിൻ്റെ നാവ് അല്ലെങ്കിൽ കർത്താവിൻ്റെ ലൗഡ് സ്പീക്കർ അല്ലേ. ഞാൻ ഉച്ചതി വർത്താനം പറയുന്ന ആളാണ്, എന്നെ ചിലർ കളിയാക്കാറുണ്ട്. ഞാൻ കർത്താവിൻ്റെ ലൗഡ് സ്പീക്കർ മാത്രമാണ്, പറയുന്നതും ഒക്കെ അവനാണ്. അതുകൊണ്ട് തന്നെ അവനിൽ നേരിട്ട് എൻ്റെ കൺവെൻഷനല്ല, എൻ്റെ ഈശോയുടെ കൺവെൻഷനാണ്. അതുകൊണ്ട് ചെന്ന് നിൽക്കാനും എത്ര തളർന്നിട്ടും കയറി നിന്ന് കഴിയുമ്പോൾ കർത്താവിൻ്റെ പവർ നിറയുന്നത് കാണാൻ പറ്റും. ആളുകളിങ്ങനെ ഉണരുന്നത് കാണാൻ പറ്റും, സൗഖ്യപ്പെടുന്നത് കാണാറുണ്ട്. എൻ്റെ മുമ്പിൽ എൻ്റെ കൺമുമ്പ് ഞാൻ കാണാറുണ്ട്. ചിലരൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്ന ചില സംഭവങ്ങൾ, തളർന്നു പോയ മനുഷ്യർ. എൻ്റെ അല്ലത്, അത് തമ്പുരാൻ ഒരു പുരോഹിതന്. അതാ നേരത്തെ ചോദിച്ച പുരോഹിതൻ്റെ ആനന്ദം. പുരോഹിതൻ്റെ ആനന്ദം ക്രിസ്തുവിൻ്റെ ആനന്ദമാണ്, അനദർ ക്രൈസ്റ്റ്. ഇതിനപ്പുറത്ത് എന്തിനാ ദൈവത്തിന് തരാൻ പറ്റണം ഒരു മനുഷ്യന്? അങ്ങ് വിമലഗിരി കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ റെക്ടർ ആയിരിക്കുന്നതോടൊപ്പം തന്നെ മറ്റു ചില സ്ഥാനങ്ങളുമൊക്കെ വഹിക്കുന്നത് അറിയാം. ഏതെല്ലാം മേഖലകളിലാണ് ഇതുവരെ സേവനം ചെയ്തിട്ടുള്ളത് ഒന്ന് പറയാമോ? എല്ലാം ദൈവത്തിൻ്റെ കരുണയെന്നല്ല, നമുക്ക് മെഗമൊന്നുമില്ല. കർത്താവ് ഇങ്ങനെ അവിടെ ഇവിടെ ഇരുത്തി. രൂപതയുടെ വികാരി ഞങ്ങളായിരുന്നു ഇതിനു മുമ്പ്, വികാരി ഞങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്തു. പിന്നെ കുറച്ച് കാലം പഠിക്കാനായിട്ട് വിദേശത്തായിരുന്നു. ആ സമയം കർത്താവിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമേരിക്കയിലും ഫ്രാൻസിലും എൻ്റെ കരിസ്മാറ്റിക് ജീവിതമൊക്കെ വാസ്തവമായി തുടങ്ങുന്ന അമേരിക്ക വെച്ച ഒരു ഭാവത്താൻ അച്ഛൻ പഠിക്കാൻ പോയ ഒരു സിസ്റ്റർ വിളിച്ചുകൊണ്ട് പോകുന്നു, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. അങ്ങനെയൊക്കെ എൻ്റെ ശുശ്രൂഷ ആരംഭിക്കുക. പിന്നെ ഇപ്പോൾ റിലീജിയസിൻ്റെ സന്യസ്തരുടെ എപ്പിസ്കോപ്പൽ പിതാവ് സ്നേഹം കൊണ്ട് തന്നൊരു ഓഫീസാണ്. പക്ഷേ ഈ സന്യാസം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വല്ലാതെ എന്നാ പറയുക, വ്യാളി പിടിച്ചെന്നൊക്കെ പറയത്തില്ല, ഇങ്ങനെ വട്ടം പിടിക്കുന്നൊരു പരിപാടിയുണ്ട്. അസീസിലെ ഫ്രാൻസിസ് പുണ്യാളൊക്കെ എന്നെ എടുത്തിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുക. എനിക്ക് സഹിക്കാൻ പറ്റണില്ല ഈ പുണ്യാളനെയൊന്നും. ഈ കൊച്ചുരസ്യ പുണ്യബുദ്ധിയൊക്കെ എന്താ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനി അമ്മ ത്രേസ്യ, ഈ ഒക്ടോബർ മാസത്തിൽ ചില വിശുദ്ധരൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. എന്നെ ഈ സന്യാസം വല്ലാതെ പ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ഈ പാലാരൂപതയിലെ കൊച്ചു ഭദ്രാൻ മുരിക്കം പിതാവ്, എന്നോട് ഒത്തിരി സ്നേഹം ഉണ്ടായിരുന്ന പിതാവ് പോയല്ലോ സന്യാസത്തിൻ്റെ. എനിക്കൊന്ന് ഈ സന്യാസ മിനിസ്റ്റർ പിതാവ് എന്നെ ഏൽപ്പിച്ചത് വെറുതെ ആയിരിക്കും. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു സന്യാസ ആനന്ദം കിടപ്പുണ്ട്. പ്രീസ്റ്റ് ഈസ് എ മങ്ക് എന്ന് വിശ്വസിക്കുന്ന ഒരച്ഛനാണ് ഞാൻ. ഒരു പുരോഹിതൻ ഒരു സന്യാസി ആയിരിക്കണം. അപ്പോൾ ഈ സിസ്റ്റേഴ്സിൻ്റെ ശുശ്രൂഷകൾ, അവരുടെ റിലീജിയസിൻ്റെ ശുശ്രൂഷകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇത് പിതാവ് എന്നെ ഏൽപ്പിച്ച് രൂപതയിലെ മുഴുവൻ സന്യസ്തൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു അന്തോണി തീർത്ഥാടന കേന്ദ്രമുണ്ട്, അന്തോണി സുമയാളിൻ്റെ. ഏകദേശം 100,000-ലധികം പേര് ഓരോ ചൊവ്വാഴ്ചയും കടന്നു വരുന്ന ഒരു മനോഹരമായ തീർത്ഥാടന കേന്ദ്രം. അവിടെ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നല്ല, ഈ ജനത്തെ കൊണ്ടുവന്ന് കർത്താവ് എന്നെ പഠിപ്പിക്കുക. ഹൂ ഈസ് ക്രൈസ്റ്റ്. ഇതുവരെ പുസ്തകത്തെ വായിച്ചിട്ടില്ലാത്ത ഒരു പണ്ഡിതനും പറയാത്ത കാര്യങ്ങൾ, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത അല്ലെങ്കിൽ മറ്റു മതസ്ഥരായ സാക്ഷ്യം പറയുമ്പോൾ ഇതുങ്ങൾ പറയുന്ന ചില സാധനങ്ങൾ ചങ്കിലോട്ട് വല്ലാതെ കയറും. ജീവിതം മുഴുവൻ എൻ്റെ ജീവിതത്തെ എൻ്റെ കർത്താവ് ഇങ്ങനെ ഹബക്കുക്കിൻ്റെ തലയ്ക്ക് എന്നെ തലയിൽ പിടിച്ച് മുടിയെ പിടിച്ച് പൊക്കിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ കൊണ്ടുപോക്ക്.
ദൈവാനുഭവങ്ങളുടെ പുതിയ ഇടങ്ങളായിട്ടാണ് ഞാൻ ശുശ്രൂഷ മേഖലകളെ മുഴുവൻ കാണുന്നത്. എൻ്റെ ഈശോയെ കുറച്ചും കൂടെ സ്നേഹിക്കാൻ, കുറച്ചും കൂടെ അറിയാൻ. സന്യാസത്തെക്കുറിച്ച് അച്ഛനിപ്പോൾ സംസാരിച്ചു. സന്യാസം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് തർക്കം നടക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സന്യാസം? സന്യാസം ക്രിസ്തുവിൻ്റെ പ്രതിമുഖം അല്ലെ പ്രതിഫലനം ആകുക, ക്രിസ്തു ആകുക. അവൻ്റെ മുറിവുകൾ ഉണ്ടാകുക, അവൻ്റെ ദാരിദ്ര്യം ഉണ്ടാവുക, അവൻ്റെ അനുസരണം ഉണ്ടാകുക. നമുക്കൊരു മോഡേൺ ക്രൈസ്റ്റ് ഇല്ല കേട്ടോ. എനിക്കറിയത്തില്ല, ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരു വിവാദമായിരിക്കാം. ക്രിസ്തു ആ പഴയ നഗ്നനായ ക്രിസ്തുവാണ്, ആ അനുസരിക്കുന്ന ക്രിസ്തു, ദിവസങ്ങളോളം പട്ടിണി ഇരുന്ന ഈ ക്രിസ്തു. ആ ക്രിസ്തുവിന് മാറ്റമില്ല. അത് നമ്മൾ ഏത് കാലഘട്ടത്തിലേക്ക് അതൊരു സന്യാസി അത് തന്നെയാണ്. നമുക്ക് നമ്മുടെ സൗകര്യത്തിന് ഈശോ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബൈബിളില്ല, എൻ്റെ ഡോക്ടറേറ്റൊക്കെ ബൈബിളിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ എൻ്റെ ക്രിസ്തു ആ കുരിശിൽ കിടക്കുന്ന നഗ്നനായ, അല്ലെങ്കിൽ ആ പാവപ്പെട്ട ലാസറിൻ്റെ ശൗകുര്യത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് വാവിട്ട് നിലവിളിക്കുന്ന ക്രിസ്തു, അല്ലെ പാപിനിയോട് നീ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് സംരക്ഷണം കൊടുക്കുന്ന ക്രിസ്തു, ഇതാ സന്യാസം. സന്യാസം ഞാൻ സുവിശേഷമാണ്, സന്യാസം ഞാൻ ക്രിസ്തുവാണ്. അതിന് ആർപ്പാടങ്ങളൊന്നുമില്ല, അതിനൊന്നും വെച്ച് കെട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് ക്രിസ്തു, നഗ്നനായ ആ ക്രിസ്തു, കുരിശുമെടുത്ത് നടക്കുന്ന ക്രിസ്തു, മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുന്നൊരു ക്രിസ്തു, മറ്റുള്ളവർക്ക് മധ്യസ്ഥം വഹിക്കുന്ന ഒരു ക്രിസ്തു. അതാണ് സന്യാസം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അച്ഛന് ദൈവവിളിയുടെ ഈ ഒരു പാതയിലേക്ക് കടന്നു വരുവാനുണ്ടായ ഒരു പ്രചോദനം എന്താണ്? അച്ഛന്മാരെ ഇഷ്ടമായിരുന്നു. എനിക്ക് ആദ്യ കുർബാന കിട്ടുന്നത് 7-ാം വയസ്സിലാണ്, 2-ാം ക്ലാസ്. ഇപ്പം തന്നെ വലിയ പൊക്കമില്ല, അന്നൊട്ടും പൊക്കമില്ല. ഒരു കൊച്ചു കുഞ്ഞായി ഞാൻ അൾത്താര ബാലനായിട്ട് ചെല്ലുന്നു. ഞാൻ അച്ഛന്മാരെ ഇന്നും അതെ കേട്ടോ. ഞാനൊരു പുരോഹിതനാണെങ്കിലും മറ്റൊരു പുരോഹിതനെ വിസ്മയത്തോടെ കാണുന്ന എൻ്റെ പിതാക്കന്മാർ, എനിക്ക് പിതാക്കന്മാരെന്ന് ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുക. അത് എക്സോഹുവായി ഏത് ബത്രാനാണെങ്കിലും എൻ്റെ അങ്ങനെയാണ് പഠിപ്പിച്ചു തന്നിരുന്നത്. എനിക്കൊന്ന് ഇഗ്നേഷ്യസ് ഓഫ് ആൻറ്റിയോക്ക് എഴുതി വെച്ചിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന, ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന മെത്രാനും ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന പുരോഹിതനും. ഈ ഒരു ഡിവോഷൻ എനിക്ക് സഭയിൽ നമുക്ക് കുറച്ചൊക്കെ നഷ്ടമാകുന്നൊരു വിഷയം കൂടിയായത്. അഭിവന്ധ്യ പിതാവിൻ്റെ ആശീർവാദത്തിൽ കൂടെ മാത്രമേ ഞാനൊരു പുരോഹിതനായേക്കുന്നത്. അന്ന് കൈമുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അനുസരിച്ചോളാന്നേന്ന്, ഞാൻ അംഗീകരിച്ചോളാന്നേന്ന്. നമുക്ക് ഇതിനൊന്നും മാറ്റം വരത്തില്ല കാലഘട്ടങ്ങളിൽ. അതൊക്കെ നമ്മൾ മോഡേൺ സൈക്കോളജി, സോഷ്യോളജി ഒന്നും യു കനോട്ട് എക്സ്പ്ലെയിൻ എവേ ദീസ് ട്രൂ റിയാലിറ്റീസ്. അല്ലെങ്കിൽ നമുക്ക് സഭയുടെ മുഖമൊക്കെ മാറിപ്പോകും. അപ്പം ഈ ഒരു എനിക്ക് കൊച്ചുനാളിൽ ഈ പുരോഹിതരോടുള്ള സ്നേഹമായിരുന്നു. എൻ്റെ വികാരി അച്ഛന്മാർ എനിക്ക് വലിയ ആദരവോടെ നോക്കി നിന്നു. കുർബാന, അൾത്താരയോടെ എന്തോ ഒരു ആർത്തി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ആദ്യത്തെ ദേവാലയ അനുഭവം ഒരു പെസഹ വ്യാഴമാണ്. എന്തുകൊണ്ടെന്നൊന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചേക്കില്ല, എനിക്കറിയില്ല. എൻ്റെ പെങ്ങൾ അവളെ കൈക്ക് പിടിച്ച് പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് പോയിരുന്ന്, അപ്പോൾ എനിക്കറിയില്ല, എനിക്ക് 3 വയസ്സ് വല്ലതും കാണും, കുഞ്ഞു കൊച്ചാണ് ഞാൻ. അവളുടെ കൂടെ പോയി അൾത്താരയിരുന്നു. പക്ഷേ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ആദ്യത്തെ പെസഹ വ്യാഴമാണ്. ഇന്നൊരു പുരോഹിതനായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലെ ആദ്യത്തെ കുർബാന ഒരു പെസഹ വ്യാഴമാണ്. ഞാനൊക്കെ ഇതൊക്കെ ഒരു കോയിൻസിഡൻസ് പോലെ ഞാൻ ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞു. ഇപ്പം എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്ന ഉത്തരവാണ്. ഒരു പെസഹ വ്യാഴം എൻ്റെ ഉള്ളിൽ നിൽക്കുക. പൗരോഹിത്യം പെസഹ വ്യാഴമാണ്, പൗരോഹിത്യം ദുഃഖവെള്ളിയാണ്, പൗരോഹിത്യം ഈസ്റ്ററാണ്. അങ്ങിപ്പോൾ പെങ്ങളെക്കുറിച്ച് പറഞ്ഞു. പൗരോഹിത്യം സ്വീകരിച്ചിട്ട് എത്ര വർഷമായി? അങ്ങയുടെ കുടുംബത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയാം. പൗരോഹിത്യം സ്വീകരിച്ചിട്ട് 28 വർഷങ്ങളാകുക. 28-ാം വർഷത്തെ 27 വർഷം കഴിഞ്ഞ് 28-ലാണ്. നല്ല കുടുംബം എന്നൊക്കെ പറയാം. പ്രാർത്ഥിക്കുന്ന അമ്മ, പാവം അമ്മയാണ്. അപ്പനും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ സെമിനാരിൽ ചെന്ന് 10 കൊല്ലം മുമ്പൊക്കെ കരിസ്മാറ്റിക്കായി വെള്ള ജിബായും വെള്ള മുണ്ടൊക്കെ കൊടുത്ത് സൈക്കിളിൽ ഓടി ദിവസം രാവിലെ പള്ളിയിൽ പോകുന്ന അപ്പൻ. ഞങ്ങൾ 7 മക്കൾ. അനിയൻ ഈശോ സഭയിലുണ്ട്, ഫാദർ ജെയിംസ് SJ. അദ്ദേഹം നേപ്പാളിലെ മിഷനിലാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് അടുത്ത കാലങ്ങളിൽ എൻ്റെ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് എൻ്റെ 2 സഹോദരങ്ങൾ, ഒരു ചേട്ടൻ, നേരെ ചേട്ടനും ഏറ്റവും ഇളയ അനിയനും മരിക്കുന്നുണ്ട്. അനിയന് ട്യൂമറായിട്ട് അനിയൻ മരിക്കുന്നു. ചേട്ടൻ 50 ദിവസങ്ങൾക്ക് ശേഷം ചേട്ടൻ സ്ട്രോക്ക് വന്ന് മരിക്കുക. എൻ്റെ ജീവിതത്തിലെ ഒരുപക്ഷെ ഒരുപാട് വേദന തന്ന സമയമായിരുന്നത്, എന്നെ ചലഞ്ച് ചെയ്തൊരു സമയമായിരുന്നു. പക്ഷെ എൻ്റെ ക്രിസ്തുവിനെ ഞാൻ കൂടുതൽ റിയലായിട്ട് അറിഞ്ഞ ഒരു സമയമായിരുന്നത്. അനി എൻ്റെ ഫ്യൂണറൽ തിങ്കളാഴ്ച വൈകുന്നേരമാണ് നടക്കുന്നത്. ചൊവ്വാഴ്ച മിനിസ്ട്രി ഉള്ള ദിവസം പിതാവ് എന്നോട് പറഞ്ഞു വെച്ചാൽ വിശ്രമിക്കുക. പക്ഷെ എനിക്ക് വിശ്രമമില്ല, പുരോഹിതന് വിശ്രമമില്ല. വെളുപ്പിന് 4 മണിക്കും പള്ളിയിൽ ചെന്നു.
എൻ്റെ മെറിറ്റ് പറയില്ല, പിന്നീട് പലരും പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്. പക്ഷേ ഇത് ഇത് ക്രിസ്തുവാണ്, ഇത് പൗരോഹിത്യം, കുടുംബത്തിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു പൗരോഹിത്യമല്ലേ. നീ ഇനി ഒരു കുടുംബത്തിൽപ്പെട്ടതല്ല, നിനക്കിനി ആരും സ്വന്തമായിട്ടില്ല. അങ്ങനത്തെ ഒരു അനുഭവമുണ്ട്. അതൊക്കെ ഒരു എക്സൽ ചെയ്യുന്ന, ട്രാൻസെൻഡ് ചെയ്യുന്ന ഒരു അനുഭവമാണ്. കുടുംബത്തെയൊക്കെ ട്രാൻസെൻഡ് ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്കാണ് കർത്താവ് പൗരോഹിത്യം. ഞങ്ങൾ 7 മക്കൾ, 2 പേര് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് പോയി, ബാക്കി 5 പേര്, 2 പെങ്ങന്മാരുണ്ട്. പിന്നെ ഇനിയിപ്പോൾ റിമൈനിങ് ഒരു ബ്രദറുണ്ട്, മൂത്തയേട്ടൻ ഷായിച്ചാൻ, കാർന്നോരുടെ സ്ഥാനത്ത് ആളുണ്ട്, പിന്നെ 2 പെങ്ങന്മാരുണ്ട്, പിന്നെ അനിയനച്ഛനുണ്ട്. ഞങ്ങൾ ഇത്രയും പേരാണ് ഇപ്പം ബാക്കിയുള്ളത്. സംസാരിക്കുമ്പോൾ അങ്ങയുടെ കണ്ണ് നനയുന്നുണ്ട്, ഹൃദയത്തിൽ വല്ലാതെ ദുഃഖം ഘനീഭവിക്കുന്നതും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ കുരിശെടുത്ത് അവൻ്റെ പിന്നാലെ അനുഗമിക്കുമ്പോൾ അത് നൽകുന്ന ഗദ്ഗതമായിട്ടാണ് ഇതിനെ ഞാൻ നോക്കിക്കാണുക. ഈ കുരിശുയാത്ര, യേശുവിനെ അനുഗമിക്കുന്നതാണ് കുരിശുയാത്ര. പുരോഹിതനായി ഈ യാത്ര തുടരുമ്പോൾ വചനപ്രഘോഷണത്തിൻ്റെ വേദികളിൽ അങ്ങ് ഒരുപാട് വചനങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഏതെങ്കിലും വചനപ്രഘോഷണ വേദികളിലെ ഏതെങ്കിലും അനുഭവത്തെ ഒന്ന് ഓർമ്മിക്കാമോ? സത്യത്തിൽ സങ്കടമല്ല, എനിക്ക് എൻ്റെ ഈശോയോട് ഇത്രയും ചേർന്ന് നിൽക്കാൻ പറ്റിയല്ലോ. ഇച്ചിരിയെങ്കിലും ആത്മാർത്ഥ അവൻ്റെ സഹനത്തോട് മുട്ടി നിൽക്കാൻ പറ്റിയല്ലോ. ആ ഒരു ഭാഗ്യത്തെ ഓർത്ത, അല്ലാതെ മരണം വേദനിപ്പിച്ചായിരുന്നു. പക്ഷേ ഇത് എന്നെ സംബന്ധിച്ചൊരു ഈശോയോട് ഇത്രയെങ്കിലും പോരാന്നറിയാം, ഒട്ടും പോരാ അവൻ തന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. വചന ശുശ്രൂഷകളിൽ പല അനുഭവങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ. ഞാൻ വീണ്ടും ആ ഇരിഞ്ഞാലക്കൂടെ നടന്ന കൺവെൻഷന് അന്ന് വചനം പറഞ്ഞ ഒരു കൊച്ചു വാക്യം ഇങ്ങനെ വായിൽ നിന്ന് തമ്പുരാൻ കർത്താവ് തന്നു. ഈശോയുടെ പ്രസംഗപീഠം കാൽവരി കുരിശായിരുന്നു. വേദനയിൽ കിടന്നുകൊണ്ടായിരുന്നു. 2 വിറക് കമ്പുകളിനുള്ളിൽ കത്തിക്കിടന്ന്, അവിടെ ഞാൻ ശുശ്രൂഷകരായിരുന്നു കൂടുതലെന്ന് അവിടെ. അപ്പം തീക്കനലിൻ്റെ മുകളിൽ നിന്ന് പ്രസംഗിച്ചാലേ തീക്കകത്ത് എന്ന് പറഞ്ഞാലേ വചനം തീയായി മാറത്തുള്ളൂ. ഇങ്ങനെ കുറച്ച് സംഗതികൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അന്ന് എന്ന ഓർമ്മ. ഞാൻ ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ നിൽക്കുക. ഇയാൾ വിദേശ രാജ്യത്തുനിന്ന് വന്നതാണ്. ഇയാൾ എന്നെ ഇങ്ങനെ തടഞ്ഞു നിർത്തി. ഞാൻ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി ഓടിപ്പോകുന്നൊരു പതിവ് നീക്കുണ്ട്. ഞാനിങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ തടഞ്ഞു നിർത്തി. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഒരു മിനിറ്റ് നിൽക്കണം, എന്നെ ഒന്ന് കേൾക്കണം. ശരി സാർ, പറഞ്ഞോളാൻ പറഞ്ഞു. ഞാനിങ്ങനെ വിദേശത്തുനിന്ന് വന്നതാണ്, ഞാൻ വീട്ടിൽ പോലും പോയില്ല, ഞാൻ ഈ കൺവെൻഷന് വന്നു, ഇവിടെ വന്നു, എന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. ഞാൻ ജീവിതത്തിൽ വല്ലാത്ത ദുരിതത്തിൽ കൂടെ കടന്നു പോകുന്നവനാണ്. ഞാൻ ഈശോ ഒരുപാട് സ്നേഹിച്ചവനാണ്. പക്ഷേ എനിക്ക് മുഴുവൻ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ജീവിതത്തിൽ മുഴുവൻ കടക്കണിയിലായി നിൽക്കുന്നത്. തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുക. ഞാൻ ആത്മഹത്യ ചെയ്യാൻ വന്നതാണ്. പക്ഷേ ഇന്ന് അച്ഛന് വാക്ക് പറഞ്ഞു, തീക്കനലിൻ്റെ അകത്താണ് ഒരു ശുശ്രൂഷകനായി രൂപപ്പെടുന്നത്. അപ്പം തീയിലാണ് വെന്തെടുക്കുന്നത്. അച്ഛാ, ഈശോ എന്നെ വെന്തെടുക്കുവാണെങ്കിൽ, എന്നെ അപ്പമാക്കുവാണെങ്കിൽ ഞാൻ അപ്പമായിട്ടിരുന്നുള്ള, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടും. ഇതെൻ്റെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞ ഒരു വചന ശുശ്രൂഷ അനുഭവമായത്. മറ്റ് കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊറോണയ്ക്ക് ഒപ്പം സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയിലും സമൂഹത്തിലും വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ യുവജനങ്ങളുടെ, യുവാക്കളുടെ മുന്നോട്ടുള്ള യാത്രയെ അങ്ങെങ്ങനെയാണ് നോക്കിക്കാണുക? നമുക്ക് ഒരുപാട് സങ്കടമുണ്ട്. നമുക്ക് ഈ കൊറോണ കാലത്ത് കുർബാനകളും കൂദാശകളും ഒക്കെ ഇല്ലാതായി. പിന്നെ എല്ലാവരും ഓൺലൈനിലേക്ക്, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഒരുപാട്, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഒരുപാട്. ഈ നമ്മുടെ കൊച്ചുങ്ങളെയൊക്കെ സ്വാധീനിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്തൂടെ കയറി വന്നു. പിന്നെ പള്ളി, ചർച്ച് ബിക്കെയിം ബോറിങ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അവരെ എന്തോ അങ്ങനെ. പിന്നെ ഗാങ്ങുകൾ, അവരുടെ കൂട്ടുകളൊക്കെ കൂടി. ഈ സമയത്ത് വീട്ടിലെല്ലാം കൂടി കൂട്ടുകാർ വിളിക്കുന്ന വലിയ വിളികളായി. അവരുടെ ഗാങ്ങിൽ എന്നാ പറയുക, ഈ ഗ്രൂപ്പുകളിൽ ചെന്ന് കുട്ടികൾ പെടുക പലപ്പോഴും. അപ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് വല്ലാതെ കുഞ്ഞുങ്ങളിലേക്ക്. ചിലർ ഇതിനെ ടാർഗറ്റ് വെക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും നിഷ്കളങ്കരായിരുന്നു, ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കൗൺസിലിങ്ങും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വരും, ഇവർ വളരെ ഇന്നസെൻറ്റും അതുപോലത്തെ ടൈപ്പാണ് നമ്മുടെ പിള്ളേർ. എല്ലാം പറഞ്ഞ് വിശ്വസിക്കും, ആരുടെയും കൂടെ കൂടും, അങ്ങനെ പോകും. അവസാനം ചെന്ന് കെണി തല വെച്ചിട്ട് കുറച്ചധികം കുഞ്ഞുങ്ങളെ അടുത്ത കാലത്ത് പ്രാർത്ഥിക്കാൻ വന്നതൊക്കെ ചില ജയിലിൽ പോകേണ്ടി വന്നു. ചില വലിയ കേസുകളിൽ ചെന്ന് പെടുന്നത് കണ്ടു. അവസാനം വെച്ചാൽ അറിഞ്ഞില്ലായിരുന്നു. ജീവിതം പോലും പോയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ കെണിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ആർക്കും പറ്റിയില്ല. ഈ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം വല്ലാതെ ഉണ്ടായി ഈ കാലഘട്ടത്തിൽ. കാരണം അവർക്കതേ ഉള്ളൂ. പിന്നെ ഫ്രണ്ട്ഷിപ്പ്, കൂട്ടുകാർ ടാർജറ്റഡ് ആയിട്ട് ചിലർ ഇടപെട്ടിട്ടുണ്ട് കുട്ടികളുടെ ജീവിതത്തിൽ. അങ്ങനെ കുഞ്ഞുങ്ങൾ വല്ലാതെ പോയിട്ട്. പക്ഷേ കുറച്ചധികം കുഞ്ഞുങ്ങൾ ദേ വാണ്ട് ടു കം ബാക്ക്. എനിക്കിന്നും പ്രത്യാശയും പ്രതീക്ഷയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലവരാണ്.
നമുക്ക് അല്പം കൂടെ ഒരു ജീവൻ കൊടുക്കാനും ഈ സഭയൊക്കെ അല്പം കൂടെ ഒന്ന് വിളമ്പി കൊടുക്കുന്നതും സ്നേഹം പകരുന്നതും ഒക്കെ ആയാൽ അല്പം കൂടെ മാറ്റം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അച്ഛൻ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച ഒരു വാക്കുണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഇന്നത്തെ യുവത്വം പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് തോന്നുക. മാതാപിതാക്കൾക്ക് വിധേയമാകാതെ, അധ്യാപകർക്ക് വിധേയരാകാതെ, അല്ലെങ്കിൽ മുതിർന്ന ആളുകളെ അനുസരിക്കാതെ, മുഴുവൻ ആളുകളുമല്ല ചിലരെങ്കിലുമൊക്കെ അങ്ങനെ വരുന്നു. അത്തരം ആളുകളാണ് ഇത്തരം കെണികളിലേക്ക് പോയി വീഴുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇവരെ എങ്ങനെ നമുക്ക് മുന്നോട്ട് നമ്മുടെ ഐക്യത്തിലേക്ക് പഴയതുപോലെ കൊണ്ടുവരുവാനായിട്ട് കഴിയുമെന്നാണ് അച്ഛന് തോന്നുന്നത്? എനിക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ വല്ലാതെ ഇനിയൊരു വലിയ സിസ്റ്റത്തിലൊന്നും ആരെയും കൊണ്ടുപോകാൻ പറ്റില്ല. കുടുംബ ബന്ധങ്ങളിൽ അപ്പൻ്റെ നൊമ്പരവും അമ്മയുടെ നൊമ്പരവും ഒക്കെ കുഞ്ഞുങ്ങൾ ഫീൽ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് സെൻറ്റിമെൻസിലും ഇമോഷൻസിലും ബന്ധങ്ങളിലെ ആളെ തിരിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് കുടുംബ ബന്ധങ്ങൾ പോലും വല്ലാതെ തകർന്നുണ്ട് ഈ കാലയളവിൽ. നമ്മൾ വിചാരിച്ചു കുടുംബബന്ധം വല്ലാതെ ചേരുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കുടുംബ ബന്ധങ്ങളിൽ പോലും ഒരുപാട് അകൽച്ചയും ചോദ്യം ചെയ്യൽ, വിവാഹമോചനം എന്തോരം കൂടി എന്നറിയാം. ഡിവോഴ്സിൻ്റെ കേസുകൾ എന്തോരം പേരെ കൊച്ചുങ്ങൾ കൗൺസിലിംഗ്, എനിക്ക് സങ്കടം വരാറുണ്ട്. ഒരാഴ്ച 2 ആഴ്ച മാത്രം കല്യാണം കഴിഞ്ഞ് ജീവിച്ചവർ, അല്ലെങ്കിൽ സ്നേഹിച്ച് കിട്ടിപ്പോയവർ, അവർ ഏതാനും മാസങ്ങൾ ജീവിച്ചു. പെട്ടെന്ന് അവർ അകലുക, വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ എനിക്കത് കുടുംബ ബന്ധത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഇനി കുഞ്ഞുങ്ങളെ തിരിച്ചു കിട്ടത്തുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുക. നമ്മുടെ മക്കളെ തിരിച്ചു കിട്ടാൻ, അവർക്ക് വാല്യൂസ് കൊടുക്കാൻ. കാരണം ഇപ്പം എല്ലാവർക്കും വാല്യൂ നഷ്ടപ്പെടും, കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ഇതെല്ലാ മേഖലയിലും ഉണ്ട് കേട്ടോ. കാരണം സൊസൈറ്റിയാണ് ഇത്, എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ സഭയിലും ഉണ്ട് ഈ ഒരു കാര്യം. സത്യമാണ്, അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ സഭ അങ്ങനെയല്ല, നമ്മൾ സഭയെ കുടുംബങ്ങളുടെ കൂട്ടായ്മയാണല്ലോ സഭയൊക്കെ. അപ്പം ഇതെല്ലായിടത്തും വ്യാപിച്ചിരിക്കുക. ഇനി നമുക്ക് പണ്ട് വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞു തന്നെ ഗോയിങ് ബാക്ക് ടു ദ റൂട്ട്സ്. നമുക്ക് വേരുകൾ തേടാം. കുടുംബത്തിൻ്റെ വേരെന്താണ്, സഭയുടെ വേരെന്താണ്, കുർബാനയുടെ വേരെന്താണ്, നമുക്ക് വേരുകൾ, അടിസ്ഥാനങ്ങൾ തേടുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണെന്ന് തോന്നുന്നു. നമുക്കറിയാം ഈ കാലം മാറുന്നത് വളരെ പെട്ടെന്നാണ്. ഏതാണ്ട് 25-30 വർഷങ്ങൾക്ക് മുൻപ് നമ്മളുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സൗഹൃദവും അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഇമോഷൻസും ഇന്ന് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് വലിയ സംശയമാണ്. പലതും ഈ പറയുന്നത് പോലെ അണുകുടുംബങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾ തന്നെ വളരെ കുറവായിരിക്കുന്നു. ഈ കാലഘട്ടം ഇങ്ങനെ പോവുകയാണെങ്കിൽ മുന്നോട്ട് എന്താണ് നമ്മളുടെ ഒരു പ്രതീക്ഷ? ഒത്തിരി യാന്ത്രികമല്ലേ നമ്മുടേതെല്ലാം. ബന്ധങ്ങൾ പോലും ഒത്തിരി യാന്ത്രികമല്ലേ. പണ്ട് വീട്ടിൽ വഴക്കും അടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അടിക്കും വഴക്കിന് പോലും ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ഇന്നേലും വഴക്കും അടിയൊന്നുമില്ല, പക്ഷെ സാവധാനം ഇങ്ങനെ തണുപ്പ് മരുഭൂമി പടരുക ബന്ധങ്ങളിലൊക്കെ. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരു ഇൻറ്റിമസി അങ്ങോട്ട് ഫീൽ ചെയ്യണില്ല. മാതാപിതാക്കൾ എന്നോട് പറഞ്ഞില്ല, വെച്ചാൽ കൊച്ചിനോട് സ്നേഹം തോന്നില്ല. ഞാൻ ഞെട്ടിപ്പോകുന്ന ചില വിഷയങ്ങളാണ് ഇതൊക്കെ. കൗൺസിലിങ്ങിലും എൻ്റെ മോനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. മാതാപിതാക്കൾ പറയുക ഈ ഒരു വിഷയം, ഈ ഒരു നമ്മൾ ഒത്തിരി ടെക്നിക് മെഷീനറിയായി മാറുക. യാന്ത്രിക ലോകത്തും യന്ത്രം നമ്മളെ വല്ലാതെ, ഒത്തിരി യന്ത്രങ്ങളാണ് നമ്മളിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം യന്ത്രമാണ്. മനുഷ്യൻ നടക്കുന്ന പോലും ഇല്ലല്ലോ. എല്ലാവരും കൂടെ ഒന്നിച്ചൊന്ന് നടന്ന് പള്ളിയിൽ പോക്കെ. എനിക്കൊന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ തീരും. ഇവിടെ ഒരാൾക്കൊരു ബൈക്ക്, ഒരാൾക്കൊരു കാർ, ഒരാൾ വേറൊരു വണ്ടിയല്ല. ഇല്ല, നമുക്ക് എൻ്റെ ഒന്നിച്ചിരിക്കുന്ന ഈശോ ട്രിനിറ്റിയാണ്, ത്രിത്വമാണ്. പിതാവ് അങ്ങ് എന്നിലും ഞാൻ അങ്ങിലുമായിരിക്കുന്ന പോലെ ഈ ഒരു എൻ്റെ അപ്പനില്ല. പക്ഷെ ഒരു കാര്യം സത്യമുണ്ട് കേട്ടോ, ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിലെ അപ്പനും അമ്മയും ഒക്കെ ഒരു നീറ്റല. എത്ര വഴിതെറ്റും ഞാൻ ഓർക്കുന്നുണ്ട്. മക്കളോട് ഞാൻ ഈ അപ്പനെ അമ്മയെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതുങ്ങൾക്ക് അറിയാൻ തുടങ്ങും. ഞാൻ ചോദിക്കണം, നിൻ്റെ അപ്പൻ എന്തോരം വിഷമിച്ചിട്ടുണ്ടെന്നറിയാമോ, നിൻ്റെ അമ്മ എത്ര നാളായിട്ട് പട്ടിണിയാണെന്നറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഉഴപ്പം കൊച്ച് കരയാൻ തുടങ്ങും. അതിൻ്റെ അകത്ത് ഉള്ളിൽ സ്നേഹം കിടപ്പുണ്ട്. നമുക്ക് ഒന്നും കൂടി ഒന്ന് ചേർത്ത് വെച്ച്, എനിക്കെന്ന് വെച്ചിട്ട് പ്രാർത്ഥനയും കുറവാകട്ടെ. ഇപ്പം പരിശുദ്ധാത്മാവിൻ്റെ തീയും കൂടെ വേണം ഇതിനകത്ത്, അല്ലാതെ ഇത് പൊട്ടിപ്പോവും. പരിശുദ്ധാത്മാവിൻ്റെ തീയും സ്നേഹവും ഒന്നിച്ചിരും. നമുക്ക് ഒത്തിരി സമ്പത്തിൻ്റെ പുറയും ഒത്തിരി സുഖങ്ങളുടെ വില. ഇപ്പോൾ ഒത്തിരി ഹോട്ടലുകൾ വർദ്ധിച്ചിട്ടുണ്ട്. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചേ, അത് ഇത്തിരി മതി. അതെല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് വർത്താനം പറഞ്ഞാൽ എല്ലാവരും കൂടെ കൂടി ഉണ്ടാക്കി കഴിച്ച് എന്തൊരു സുഖമാണ്. നമ്മൾ വി ലോസ്റ്റ് ഓൾ അവർ വാല്യൂസ്. നമ്മളിപ്പോൾ ഒത്തിരി മോഡേൺ ആയിക്കൊണ്ടിരിക്കാം. കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടോ, യൂറോപ്പൊക്കെ വർഷങ്ങൾ കൊണ്ടാണ് ഈ ചേഞ്ചിലേക്ക് വന്നതെങ്കിൽ നമ്മുടെ നാടൊക്കെ ഈ കൊറോണ കാലത്താണ് ഈ അല്ലെങ്കിൽ ഒരു 5 കൊല്ലം. ഞാൻ യൂറോപ്പിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് കമ്പ്യൂട്ടർ ഇല്ല, എനിക്കറിയില്ല. അവിടെ ചെന്ന് പഴഞ്ഞ കമ്പ്യൂട്ടർ അത് കുത്തി ഞാൻ ചെയ്തു. എനിക്ക് മൊബൈൽ ഫോൺ തിരിച്ചു വരുന്ന കാലം വരില്ല. അന്ന് 2008 മൊബൈൽ ഫോൺ അഫോർഡബിൾ അല്ല. ഞാൻ ഇവിടെ വരുമ്പോൾ സകല മനുഷ്യരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇരിക്കുക. ഞാൻ ഞെട്ടിപ്പോൾ ഇന്ത്യ വളർന്നു പോയൊരു പോക്ക്. ഇന്ത്യ ഒറ്റ ശ്വാസത്തിൽ അങ്ങോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഡെവലപ്പ് ചെയ്തു.
മറ്റുള്ളൊരു സമയമെടുത്ത് ഡെവലപ്പ് ചെയ്തപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വല്ലാത്തൊരു ഒരു ബ്രേക്കിംഗ് ഔട്ട് ഉണ്ടായി. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് താങ്ങാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ഈ പ്രത്യേക ടെക്നോളജിക്കലി നമുക്ക് സംഭവിച്ചു. പിന്നെ ഈ ബന്ധങ്ങൾ പെട്ടെന്ന് അങ്ങ് വിട്ടഴിഞ്ഞു. പിന്നെ നമ്മുടെ മക്കളൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പോയി, ഒത്തിരി പേര് വിദേശത്തേക്കൊക്കെ പോകുന്നു. അപ്പോൾ ആ ഒരു സെൻറ്റിമെൻറ്റ്സും ഇമോഷൻസും ഒക്കെ നമുക്ക് നഷ്ടമാണ്. കുടുംബം സ്നേഹമല്ലേ, ദൈവം സ്നേഹമാണ്, കുടുംബം സ്നേഹമാണ്, പൗരോഹിത്യ സ്നേഹമാണ്, നമ്മളൊക്കെ ബേസിക്കലി സ്നേഹമല്ലേ. എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ നൊമ്പരമാണ്. പണ്ട് സ്നേഹിച്ചവനെ ഞാൻ സ്നേഹിക്കുന്നില്ല. സത്യം ഒരു കുമ്പസാരം കൂടെ നടത്തിയൊക്കെ ഇതിൻ്റെ അവസാന ഭാഗത്ത് മനസ്സിൽ ഒത്തിരി സ്നേഹമുണ്ട്. പക്ഷേ ഈ സ്നേഹം കൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ജഡ്ജ് ചെയ്യുക. സ്നേഹമില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലല്ലോ. സ്നേഹമല്ലേ നിലനിൽക്കുന്നത്. ആ സ്നേഹത്തിലേക്ക് തിരിച്ചാൽ എനിക്ക് നമുക്ക് ഇതിന് ഒരു സയൻസും വേണ്ട, ഒരു സെമിനാറും വേണ്ട, ഒരു കൗൺസിലിങ്ങും വേണ്ട. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ലവ്. അച്ഛാ, കുറേയധികം കാര്യങ്ങൾ ഇനിയും ചോദിച്ച് അറിയണം എന്നുണ്ട്. കത്തീഡ്രൽ ദേവാലയത്തെക്കുറിച്ചോ വിമലഗിരി മാതാവിനെക്കുറിച്ചോ ഒന്നും സംസാരിക്കാനായിട്ട് കഴിഞ്ഞില്ല. നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുകയാണ്. അതുകൊണ്ട് അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഏറ്റവും അവസാനമായ ഒരു വാക്കിൽ എന്താ പറയാൻ കഴിയുക? എനിക്ക് തോന്നുന്നു ദൈവത്തെ കൂട്ടുക. എൻ്റെ പൗരോഹിത്യത്തിൻ്റെ രഹസ്യം ഈശോ ഇല്ലെങ്കിൽ ഞാനില്ല, ഈശോ ഉണ്ടെങ്കിൽ ഞാൻ എന്തും ഒന്ന് കൈവെക്കണമെങ്കിൽ, ഒരു വചനം പറയണമെങ്കിൽ, ജീവിതത്തിലൊന്ന് ആനന്ദിക്കണം, എന്തിലും ജീസസ് ഷുഡ് ബി പാർട്ട് ഓഫ് യു. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം ക്രിസ്തുവ. ഈ പൗലോസ്ലീഹ പറയില്ല, ഞാനല്ല ക്രിസ്തു എന്നെ ജീവിക്കുന്നു. നമുക്കൊന്ന് ക്രിസ്തുവായി രൂപപ്പെട്ടാൽ സ്നേഹം തന്നെ ഉണ്ടാകും, സമാധാനം സന്തോഷം തന്നെ ഉണ്ടാകും. നിങ്ങളിപ്പം പ്രാർത്ഥിക്കുന്ന കാര്യവും ആ ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരും. തൻ്റെ ദൈവവിളിയെക്കുറിച്ചും പൊതു സമൂഹ ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഈ കടന്നുപോയ നിമിഷങ്ങളിൽ നമ്മോട് പങ്കുവച്ചത് വിജയപുരം ലത്തീൻ രൂപതയിലെ കോട്ടയം വിമലഗിരി കത്തീഡ്രൽ റെക്ടറും മോൺസിഞ്ഞോർ റൈറ്റ് റവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പൂവത്തിങ്കലച്ചനാണ്. പൂവത്തിങ്കലച്ച, പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയിൽ ഇത്രയും സമയം അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്കായി മാറ്റിവെച്ചതിന് അങ്ങേക്ക് പ്രത്യേക പ്രാർത്ഥനാശംസ വളരെ സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു. പള്ളിമണികൾ ഇനിയും മുഴങ്ങട്ടെ. എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് പൂവത്തിങ്കലച്ചൻ പറഞ്ഞ വാക്ക് തന്നെയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അപ്പോൾ മാത്രമാണ് ഒരു മനുഷ്യനായി നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുക. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു വൈദികൻ്റെ ജീവിതാനുഭവങ്ങളുമായി എനിക്കും നിങ്ങൾക്കും ഒത്തുചേരാൻ കഴിയട്ടെ. അതുവരെ എല്ലാ പ്രേക്ഷകരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.